ഹായ് ജെറി സാർ. വെൽക്കം. ജെറി സാറിന് അറിയാം, നമ്മളൊരു 25-27 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ 27 വർഷമായിട്ട് ABCയുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ക്ലയൻ്റാണ് ആര്? ജെറി സാർ. നമ്മുടെ എന്താ പറയുക, തളിപ്പറമ്പെന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മളിപ്പോൾ എറണാകുളത്ത് എത്തി നിൽക്കുമ്പോഴും നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ആക്ച്വലി ജെറി സാറിന് ABC അല്ലെങ്കിൽ ABC എംപോറിയോനോട് പറയാനുള്ളത്? ഞാൻ ഭയങ്കര പെർട്ടിക്കുലറാണ് ഓരോ കാര്യത്തിനും. ഒരു സാധനം കിട്ടാൻ വേണ്ടി എവിടെ വേണമെങ്കിലും കറങ്ങാൻ തയ്യാറുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എറണാകുളം എന്നൊരു മാർക്കറ്റ്, അതിപ്പോൾ കേരളം തന്നെ മൊത്തം എടുത്താൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വൈഡ് വെറൈറ്റി ഓഫ് സെലക്ഷൻ ടൈൽസ് എനിക്ക് ABC ചെന്നാലാണ് എപ്പോഴും കിട്ടുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും കുറച്ച് വളരെ സെലക്റ്റീവാണ്. എനിക്കിപ്പോൾ ഒരു സാധനം നിങ്ങളുടെ അടുത്ത് കിട്ടിയില്ല, ഞാൻ ചിലപ്പോൾ വേറെ സ്ഥലത്ത് പോകാൻ ഞാൻ മടിക്കാറില്ല. ഐ പിക്ക് ആൻഡ് ചൂസ് എവറിത്തിങ്. ഇങ്ങനെ അത്രയും നോക്കിയും കണ്ടും ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല സത്യം പറഞ്ഞു. ഇപ്പം ഈ പ്രോപ്പർട്ടി പണിത് ഇപ്പം ഉമേഷിന് അറിയാലോ, വേറെ ഒരു സ്ഥലത്തുനിന്ന് ഒരു പ്രോഡക്റ്റ് ഞാൻ വാട്ട് എവർ റിലേറ്റഡ് ടു ബാത്റൂംസ് ഓർ ഫ്ലോറിങ് എല്ലാം ടൈൽസ് 100% ABC ആണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു വാലിഡ് സോളിഡ് റീസൺ ഉണ്ടാവും അല്ലേ? നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു ഷോന് പിന്നെ ജെറി സാറെ സെലക്ട് ചെയ്യാനുള്ള കാരണം ആക്ച്വലി ഭയങ്കര സെലക്റ്റീവായിട്ടും ഭയങ്കര എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടും പിന്നെ നോക്കി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഇതില് പിന്നെ ഉൾപ്പെടുത്താനുള്ള കാര്യം. അല്ല, അതിനകത്ത് എന്താ വെച്ചാൽ ഇപ്പം ഞാൻ തളിപ്പറമ്പിലുള്ള ഞങ്ങളുടെ വീടിന് ഇതിനിടയ്ക്ക് റീസെന്റ് ഒരു റെനോവേഷൻ ഒരു റൂം ചെയ്തപ്പോഴും ഞാൻ ഇവിടെ വന്ന ടൈല് സെലക്ട് ചെയ്ത് ഇവിടെ നിന്നാണ് അങ്ങോട്ട് വിടുന്നത്. അപ്പം അത് എന്ന് വെച്ചാൽ എനിക്കുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ 2-3 സ്ഥലത്ത് വീടൊക്കെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ 2-3 സ്ഥലത്തൊക്കെ പോയി നോക്കും. അപ്പോൾ പല സ്ഥലത്തും പോയി നോക്കിയപ്പോൾ എനിക്ക് വേണ്ട പ്രോഡക്റ്റ് ഫൈനലി കിട്ടിയത് ABC തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആരുണ്ടെങ്കിലും എനിക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ജെറി സാർ ആയിക്കഴിഞ്ഞാലും വെലോസിറ്റി ആയാലും ഇപ്പൊ പുതിയ പർപ്പിൾ എലിഫന്റ് ആയിക്കഴിഞ്ഞാലും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് ആക്ച്വലി നിങ്ങളുടെ ഡീറ്റെയിൽ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും ആക്ച്വലി നമ്മൾക്കായാലും നമ്മുടെ ഷോപ്പിലുള്ള ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഷെഫീഖിനായാലും അതൊന്ന് എങ്ങനെങ്കിലും ഒന്ന് തീർന്നിട്ട് അതൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആക്ച്വലി. ഇപ്പൊ ഇന്ന് വന്നപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കുന്നത് എവറി ഈച്ച് ആൻഡ് കോർണർ നിങ്ങൾ ഫിനിഷ് ചെയ്തതും ഇനിയിപ്പോ നിങ്ങൾ ചൂസ് ചെയ്ത മെറ്റീരിയൽ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ റെസ്റ്റോറന്റ് ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും ആക്ച്വലി നിങ്ങളുടെ ഒരു കയ്യൊപ്പ് ഉണ്ട്. അതാണ് ആക്ച്വലി നിങ്ങളുടെയും ഒരു സക്സസിന്റെ. അല്ല, അത് ഭയങ്കര ഒരു ടീം എഫർട്ടാണ്. ഇപ്പം കെനത്ത് ഭയങ്കരമായ ഒരു സപ്പോർട്ടാണ്. അപ്പൊ കെനത്തും കൂടെ നിന്നാണ് എല്ലാ കാര്യത്തിനും നമ്മളിപ്പോൾ എല്ലാ സെലക്ഷനും വരുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും വരുന്നത്. അപ്പം അത് ഭയങ്കരമായ ഒരു ഗ്രേറ്റ് സപ്പോർട്ടാണ് കെനത്തിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും. അപ്പം കെനത്താണ് ഫുൾ ഇവിടുത്തെ വർക്കും ഡിസൈനിന്റെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിനകത്ത്. പക്ഷെ എന്നാലും കെനത്തിന്റെ ഭയങ്കരമായ ഒരു റോൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കൊണ്ടുപോയിട്ട് എങ്ങനെ നിങ്ങൾ അവിടെ ഭംഗിയാക്കും, പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോഴാണ് അതിപ്പോ നമുക്ക് ചിലപ്പം ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും നോർമലി എന്തെങ്കിലും ഒരു മാറി ചെയ്യണം. പിന്നെ അറ്റ് ദ സെയിം ടൈം നീറ്റ് ആയിരിക്കണം സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം കുറച്ച് എല്ലാവരും എടുക്കുന്നതിനേക്കാൾ എന്തെങ്കിലും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഉമേഷ് ചെയ്തിട്ട് ആദ്യമായിട്ടല്ലേ വരുന്നത്? ഞാൻ ആദ്യമായിട്ട് വരുന്നത്. സാധാരണ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ഈ യൂറോപ്പിലൊക്കെ നമ്മൾ കാണാറുള്ളൂ. നമ്മുടെ നാട്ടിൽ എപ്പോഴും എല്ലാവരും ACP പോലുള്ള സാധനങ്ങളും ACP എനിക്ക് ഒരു 5 years കഴിഞ്ഞാൽ അല്ല, അത് മാത്രമല്ല ACP എന്തോ എവിടെയോ നമുക്ക് മാനസികമായിട്ട് ഫീല് ചെറിയ കുറച്ച് ഏരിയയിൽ ആവശ്യത്തിന് ഉപയോഗിക്കാന്നല്ലാതെ ഇത് നമ്മുടെ കനോപ്പി ഫുൾ തിൻ ടൈലാ യൂസ് ചെയ്തത്. അതെ, അത് വളരെ നീറ്റ്. അതുകൊണ്ട് നമുക്ക് ക്ലീനിങ് എല്ലാം എപ്പോഴാണെങ്കിലും ഒന്നിനും പ്രശ്നമില്ലല്ലോ. ഈ ഒരു ഏരിയ അടിപൊളി നന്നായിട്ടുണ്ട്. ഡോർ ആയി കഴിഞ്ഞാൽ അതോട്ട് വാ. നമ്മുടെ ഓരോ ഏരിയ എത്തുമ്പോ ആക്ച്വലി നമുക്ക് എന്താ പറയാ ഓർമ്മ വരുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്ത എങ്ങനെയാണ് സെലക്ട് ചെയ്തത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് നമ്മള് സാധാരണ യൂഷ്വലി ലിഫ്റ്റിന് നമ്മളിപ്പോ സിംഗിൾ പീസ് ടൈലോ അല്ലെങ്കിൽ മാർബിളോ അങ്ങനെയല്ലേ. അപ്പൊ നമുക്ക് അന്നേരം ഇത് കണ്ടപ്പോ പെട്ടെന്നൊരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയത്. എങ്ങനെ വരുന്നത് നമുക്ക് അറിയില്ലായിരുന്നു, പക്ഷെ വന്നപ്പോ മിക്ക ആൾക്കാർ ഇങ്ങനത്തെ സാധനം സെലക്ട് ചെയ്യുമ്പോഴേ എപ്പോഴും അവർക്കുള്ള കൺസേൺ എന്ന് പറയുന്നത് ഇവിടെ അഴുക്ക് പിടിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ടൈലൊക്കെ വരുമ്പോഴാണ് ഒരു ഭയങ്കര ഫീൽ ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു ഷീൻ ഉണ്ടാക്കി ഇതില് ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് സ്റ്റേഴ്സിന് നിങ്ങളുടെ മറ്റേ സിംബോളോടെ കൊക്കു ആണിത്. ഇവിടെ ഞങ്ങൾക്ക് 7 റൂംസ് ആണ് ഈ ഫ്ലോറിലുള്ളത്. ഈ ഫ്ലോറിൽ 7 റൂംസ്. അതെ. ഇത് ഞങ്ങളുടെ പ്രീമിയം റൂം. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് റൂം ഉണ്ട് ഒരു കാറ്റഗറി. പിന്നെ സ്വീറ്റും ഉണ്ട്. നല്ല സ്പേഷ്യസ് റൂമാണ്. അതെ, അത്യാവശ്യം. ഇതും സിംബോളോടെ തന്നെ. സിംബോളോടെ ടൈലാണ്. ബാത്റൂം
നമ്മള് നിങ്ങളുടെ ഗ്രാനിറ്റോഗ്രസ് അല്ലേ ഇത് ഫുൾ? ഗ്രാനിറ്റോഗ്രസ് ആണ് നമ്മൾ അതെ ഉപയോഗിച്ചത്. അതെ complete അതെ അല്ലേ? അതെ അതെ. പിന്നെ കളർ ആക്ച്വലി എല്ലാത്തിനും നല്ല വെരി ക്ലീൻ വെരി ക്ലീൻ. പിന്നെ വിട്രയുടെ തന്നെ 100% വിട്ര പ്രോഡക്റ്റ് വാറിന് മുമ്പ് നിങ്ങൾ തീർത്തതുകൊണ്ട് അതെ അതെ കുറെ കോസ്റ്റ് അല്ലേ 30% ആണ് ഇപ്പൊ ഇൻക്രീസ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലൗഞ്ച് ബാർ ആണ്. ഒരു അറ്റ്ലാന്റിസ് സ്ക്രീൻ 3 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മൂവി തീമിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോ നമ്മൾ പല പഴയ നല്ല നല്ല മൂവീസ് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട, അപ്പൊ ഇവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കും കുറച്ച് റീജിയണൽ ആണ്. എല്ലാം തമിഴ്, മലയാളം, ഹിന്ദി മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ നിങ്ങളുടെ തന്നെ ടൈലും വാൾ ടൈലൊക്കെ നിങ്ങളുടെ അടുത്ത് എടുത്തതാണ്. ഇതാണ് നമ്മുടെ ബോർഡ് റൂം. അതിഗംഭീരായിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒക്കെ ഇട്ട് കംപ്ലീറ്റ് ഗ്രാനിറ്റോഗ്രസ് ആണ് അല്ലേ? നമ്മൾ ആ ലോങ് ടൈൽ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ജോയിന്റ് നമ്മൾ ബ്രാസ് പ്രൊഫൈൽ ഇട്ടു. അപ്പൊ ഇതിനും ആക്ച്വലി നിങ്ങളോട് ഭയങ്കര ഒരു താങ്ക്സ് പറയേണ്ട കാര്യം കേട്ടോ. നമ്മൾ ഇത്രയും സമയം സംസാരിച്ച് ABC മാത്രം സംസാരിച്ചു. ABCക്ക് തന്നെ വേറെ ഒരു വെർട്ടിക്കൽ ആക്ച്വലി നിങ്ങളെ നമ്മൾ ഓർപ്പിച്ചു. നമ്മളിപ്പം AC ബാറിലോട്ടുള്ള കംപ്ലീറ്റ് ഫർണിച്ചറും ഐഡിയൽ ഡെക്കോറും എടുത്ത്. എനിക്ക് ഉമേഷിനോട് ചോദിക്കാനുള്ള കാര്യം, ഇപ്പം നമ്മൾ അവിടെ വന്ന് ടൈൽസ് എല്ലാം സെലക്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഒരു ചിലപ്പം ഏരിയാസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു ഫുൾ ഐഡിയ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ വന്നപ്പം ഉമേഷിന് ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്താണ് ഉമേഷിന് തോന്നുന്നുണ്ടോ ഞങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ ഫുൾ ജസ്റ്റിസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്? 100% എന്ന് പറയാം. നിങ്ങൾ ചില സമയത്ത് ചില സാധനങ്ങളിൽ ഇങ്ങനെ എന്താ പറയാ അഡമന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാനും വിചാരിക്കാറ് എന്ത് കാര്യമുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞാല് ഞാൻ നിങ്ങളുടെ ഫാനുമായി, നിങ്ങളുടെ പ്രോപ്പർട്ടിന്റെ ഫാനുമായി. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇവിടെ നടത്തണം എന്നുള്ള ഒരു മനസ്സാണ് എന്റെ. അതാ ഞാനിങ്ങനെ അങ്ങനെ എല്ലാ ഗസ്റ്റിനും തോന്നാനാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവർക്കും ഇവിടെ വരാൻ. അങ്ങനല്ല, ഇവിടെ എന്തെങ്കിലും അത്രയും ഫീല് നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട്. നമ്മൾ ആക്ച്വലി നമ്മളൊരു റീറ്റെയിലർ ആണ്. പിന്നെ ഉള്ളിലൊരു പാഷൻ എന്തായാലും ഉണ്ട് ഇതില്. എന്താ പറയാ നമുക്കൊരു സാധനം കാണാനും ഉണ്ടാക്കാനും പല ടൈലുകളും നമ്മൾ പേഴ്സണലി ഡിസൈൻ ചെയ്ത ടൈലുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഗ്രാനിറ്റോഗ്രസ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡില്. അപ്പൊ അതൊക്കെ എവിടെയെങ്കിലും ഒന്ന് കാണണം. പക്ഷെ ഇവിടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. റൈറ്റ് സ്ഥലത്ത് ഉപയോഗിച്ച് റൈറ്റ് രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് എല്ലാത്തിനും അതിന്റെ 100% ഒരു ഭംഗി വരുന്നത്. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തന്നതിനും പിന്നെ എന്താ പറയാ ഈ ഒരു 27 വർഷം നമ്മുടെ എന്താ പറയാ വളരെ ലോയൽ ആയിട്ടുള്ള വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ കസ്റ്റമർ എന്ന നിലയിൽ അത് എന്താ പറയാ 1998 മുതൽ നമ്മുടെ ചെയർമാൻ മധുരിക്ക് പറയുന്നതാണ്. എന്താ പറയാ നിങ്ങളുടെ ഫാദർ ജോൺ കല്ലാട്ട് എന്ന് പറയുന്നുണ്ട്. അന്ന് മുതൽ എന്താ പറയാ ഒരു മനസ്സുകൊണ്ടൊരു ആത്മബന്ധമുണ്ട്. ഇനിയും അത് എന്താ പറയാ. എനിവേസ് ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.